ഹായ്, വെൽക്കം ടു രാധൂസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഷായിട്ടാണ് വന്നേക്കുന്നത്. ബീട്രൂട്ട് കിച്ചടി. തേങ്ങ ഉപയോഗിക്കാതെ എങ്ങനെ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ബീട്രൂട്ട് കിച്ചടിക്ക് വേണ്ട സാധനങ്ങൾ പറയാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഒരു ചെറിയ ബീട്രൂട്ടാണ്. ഇത് ഞാൻ കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ്. വേണമെങ്കിൽ ഇത് വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കുഞ്ഞായിട്ട് കൊത്തി അരിയുകയോ ചെയ്യാം. ഞാനിവിടെ ചെറുതിനകത്ത് ഗ്രേറ്റ് ചെയ്തേക്കുന്നതാണ് ഒരു ചെറിയ ബീട്രൂട്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത് 1 കപ്പ് തൈരാണ്. ഈ തൈരിന് വേണ്ട ബീട്രൂട്ടാണ്. ഇത്ര ബീട്രൂട്ടിന് 1 കപ്പ് തൈര് വേണം. അപ്പോൾ തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, ഒരു സവാള, ചെറിയൊരു സവാള കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്തേക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ 1 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ 1 വറ്റൽമുളക് 2ആയിട്ട് കീറിയത്, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് ബീട്രൂട്ട് കിച്ചടി പ്രിപ്പയർ ചെയ്യാമെന്ന്. ആദ്യമായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ ജീരകം ഇട്ട് കൊടുത്തു. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ആ സവാള ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കുക. ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അതിനകത്തേക്ക് നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലോണം ഒന്ന് സവാള കുക്കാവുന്നവരെ ഒന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സവാള റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കണം. ഈ കുഞ്ഞായിട്ട് അരിയുമ്പോൾ ഇത് പെട്ടെന്ന് വേവും, അതുകൊണ്ടാണ് ചെറുതായിട്ട് ഈ ഗ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അധികം ടൈമും എടുക്കത്തില്ല ബീട്രൂട്ട് ആവാനായിട്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് മതി ഇത് കുക്കാവാനായിട്ട്. അപ്പോൾ 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞായിട്ട് ഇത് ഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. ജസ്റ്റ് ഒരു ശകലം ഒന്ന് കൂളാവണം. എന്നിട്ട് വേണം തൈരിനകത്തേക്ക് ഇത് ഇടാനായിട്ട്. ഇനിയും ഞാനിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ട് ഈ സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്സിക്കകത്തിട്ട് ബീറ്റ് ചെയ്യരുത്, അത് ഒത്തിരി ലൂസാവും. അപ്പോൾ ലംപ്സ് ഒന്നും ഇല്ല ഇതിനകത്ത്. സോ ഇതിനകത്തേക്ക് ഞാൻ ഇനിയും വരട്ടി വെച്ചേക്കുന്ന സവാളയും പച്ചമുളകും ബീട്രൂട്ടും എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഈ സ്പൂൺ വെച്ച് തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലോണം മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ബ്രൈറ്റ് ആ പിങ്ക് കളർ വരുന്നുണ്ട്. അതാണ് നമ്മുടെ കിച്ചടിയുടെ കളറ്. അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തു. എല്ലാം നമ്മൾ മിക്സ് ചെയ്ത് ഇതാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. എന്ത് എളുപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ലൈക്ക് കൊടുക്കുക. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ രാധൂസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ ഇത് ജസ്റ്റ് ഒരു കറിവേപ്പില ഇട്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ പോവാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഡിഷാണ്. എല്ലാവരും കാണുക. പിന്നെ അടുത്ത പ്രാവശ്യം കാണുന്നവരെ താങ്ക് യു ആൻഡ് ബൈ ബൈ.